കർത്താവിൻ്റെ അതിശ്രേഷ്ഠമേറിയ നാമം ഈ രാത്രി സമയത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് അല്പസമയം ആയിരിക്കാൻ കഴിയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ്. കർത്താവ് നമ്മെ വിളിക്കുന്നത് തന്നോട് കൂടെ ഇരിപ്പാനാണ്. ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചത് തന്നോട് കൂടെ ഇരിപ്പാൻ. ഹല്ലേലൂയ. മറിയ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു, നല്ല അംശം തിരഞ്ഞെടുത്തു. അത് അവളോട് ആർക്കും അപഹരിക്കാൻ കഴിയാത്ത ഒരു അനുഗ്രഹമാണ്. കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് നമുക്ക് ദൈവവചനം കേൾക്കാൻ കഴിയുന്നത്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, ശിഷ്യന്മാരോട് കർത്താവ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കർത്താവിനെ അനുഗമിക്കുമ്പോൾ വ്യത്യസ്തമായ കഷ്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വന്നു ഭവിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ അവയൊക്കെയും ജയിച്ചിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 14-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ വായിച്ചതിൽ നമ്മൾ ധൈര്യപ്പെടുക എന്നുള്ളതാണ്. രണ്ടാമത്, കഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഒരു അണുവിട പോലും വ്യതിചലിക്കാൻ പാടില്ല എന്നുള്ളത്. നാം അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോകും എന്നാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. അനേകം അനുഗ്രഹങ്ങളിലേക്ക് കടന്നു പോകും എന്നല്ല. വിശ്വാസം എപ്പോഴും ശോധന ചെയ്യപ്പെടും. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം. കാരണം കർത്താവ് ലോകത്തെ ജയിച്ചു. ഹല്ലേലൂയ. വീണ്ടും അവിടെ നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിച്ചു. ആമേൻ. വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുവാൻ, ആമേൻ, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ ഒരു ഉറപ്പ് കാണും. എന്തെല്ലാം വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ ഉള്ളത്തിൽ ദൈവവിശ്വാസത്തിനൊരു ഉറപ്പുണ്ടാകും, ഒരു ധൈര്യമുണ്ടാകും. നമ്മൾ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആദിമ നൂറ്റാണ്ട് മുതലേ ദൈവസഭയ്ക്ക് വ്യത്യസ്തങ്ങളായ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പത്രോസ് ലേഖനം എഴുതുമ്പോഴും പത്രോസ് ഓർപ്പിക്കുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. ഭക്തന്മാരുടെയൊക്കെ കഴിഞ്ഞകാല ജീവിതങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ വ്യത്യസ്തങ്ങളായ കഷ്ടങ്ങളിലൂടെ അവർ കടന്നുപോയവരാണ്. ഹല്ലേലൂയ. കർത്താവിനോടൊപ്പം നമ്മൾ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനോടുകൂടി ഭക്തിയോടുകൂടി നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കൊക്കെ കഷ്ടങ്ങളുണ്ടാകും. പക്ഷേ ആ കഷ്ടങ്ങൾ ഒന്നും തന്നെ ഗ്ലോറി ടു ഗോഡ് നമ്മെ നശിപ്പിക്കാനുള്ളതല്ല. നമ്മെ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ നമ്മെ പണിയുന്ന കഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അപ്രകാരം നമുക്ക് വേദപുസ്തകത്തിൽ നമ്മളൊരു ചെറിയ ഭാഗം നമ്മളൊന്ന് വായിച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 26, 27, 28 വാക്യങ്ങൾ, അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അതൊരു ഭൂതമെന്ന് പറഞ്ഞു പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടുന്നതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. 29-ാമത്തെ വാക്യത്തിൽ, വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഇവിടെ നമുക്കിതിൻ്റെ പശ്ചാത്തലം അറിയാം. കർത്താവ് ശിഷ്യന്മാരെ മറുകരയിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് തനിച്ച് രാത്രിയിൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ, 4-ാം യാമം എന്ന് പറയുമ്പോൾ വെളുപ്പിന് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് 4-ാം മണി യാമം എന്നവിടെ പറയുന്നത്. ഇതിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഭയങ്കരമായ കാറ്റ് ഉണ്ടായി, തിരമാലകൾ ആഞ്ഞടിച്ചു. ഇവർ ഏറെക്കുറെ എല്ലാവരും മീൻപിടുത്തക്കാരാണ്. അവർക്ക് കടൽ നല്ല പരിചയമാണ്.
ഈ പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പല ആവർത്തി അവർ നേരിട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നവരെല്ലാവരും ഭയങ്കരമായി ഭയപ്പെട്ടു പോകുന്ന രീതിയിൽ, ജീവാപായം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ഒരു വലിയ പ്രതികൂലം അവർക്ക് ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആദ്യം അവർ യേശുവിനെ കാണുന്നത് ഒരു ഭൂതം എന്നുള്ള രീതിയിലാണ് യേശുവിനെ കണ്ടത്. കാരണം വെള്ളത്തിന്മീതെ നടന്നു വരുന്നത് ഇവർ കാണുമ്പോൾ അത് കർത്താവിനെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കർത്താവ് അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു ഭൂതം എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ പത്രോസ് അതിൻ്റെ വ്യക്തമായി കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ കർത്താവെ വേഗത്തിൽ എൻ്റെ പടകിലേക്ക് ഓടിക്കയറണമേ എന്നല്ല ഇവിടെ പത്രോസ് പറഞ്ഞു. പത്രോസ് ഒരു പടി മുന്നിലേക്ക് പറഞ്ഞു, കർത്താവെ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടുന്നതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. നീ ആകുന്നു എങ്കിൽ എന്നുവെച്ചാൽ ആ ഉറപ്പ് പത്രോസിന് ലഭിച്ചു. നീ തന്നെയാണ്, നീ ആകുന്നു എങ്കിൽ എന്ന് വെച്ചാൽ ആ പൂർണ്ണ വിശ്വാസം. പത്രോസിനെ സംബന്ധിച്ച് കർത്താവ് വെള്ളത്തിന്മീതെ നടന്നുവെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്ന എനിക്കും ഇതിന് മുകളിൽ നടക്കാൻ കഴിയുമെന്നുള്ള ഒരു ഫെയ്ത്ത് പത്രോസിൻ്റെ ഹൃദയത്തിലുണ്ടായി. നീ ആകുന്നു എങ്കിൽ എനിക്ക് അതിൻ്റെ മീതെ എനിക്കും എന്ത് ചെയ്യാൻ പറ്റും, നടക്കാൻ കഴിയും. ഈ കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അത് സാധ്യമാണ് എന്നുള്ള ഫെയ്ത്ത്. നമ്മളും പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം, തിരമാലകളുണ്ടാകാം, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ എന്നിവ നിമിത്തമുള്ള പോരാട്ടങ്ങളുണ്ടാകാം. നമ്മുടെ മനസ്സിന് നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ മനസ്സിന് വല്ലാത്ത ആകുല ചിന്തയോ അല്ലെങ്കിൽ ഭയമുണ്ടാക്കുന്ന വിഷയങ്ങളോ നമ്മെ നിരാശപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളോ മനസ്സിനുണ്ടാകാം. നമ്മൾ നമ്മൾ നെഗറ്റീവ് ഇമോഷനിലാകാം. ദൈവസ്നേഹത്തിന് പകരം മറ്റു പല നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം നമ്മെ തന്നെ ഒരു പക്ഷേ നമുക്കിഷ്ടപ്പെടാത്ത രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മെ ആക്രമിക്കാം. നമ്മുടെ തീരുമാനങ്ങൾ, ഇച്ഛാശക്തിയിൽ നമുക്ക് പോരാട്ടങ്ങളുണ്ടാകാം. അതുപോലെ ഫിസിക്കലി നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകാം, ഫൈനാൻഷ്യലി പ്രശ്നങ്ങളുണ്ടാകാം, നമ്മളുടെ ജോലി സ്ഥലത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. നമ്മൾ കർത്താവിനെ സേവിക്കുന്നത് നിമിത്തം എല്ലാം സുഖകരമായി പോകും എന്ന് നമ്മൾ ചിന്തിക്കരുത്. പ്രതികൂലങ്ങളുണ്ടാകും. ശിഷ്യന്മാരുടെ പടകിൽ ആ കാറ്റ് അടിച്ച് പ്രതികൂലങ്ങൾ ഇളക്കിയെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ കർത്താവ് അവരടുക്കിലേക്ക് വന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അമാനുഷികമായ രീതിയിലുള്ള ഒരു രക്ഷയാണ് നമുക്കവിടെ കാണുന്നത്. മാനുഷികമായിട്ട് ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും അമാനുഷികമായ ചില ഇടപെടലുകൾ ദൈവമക്കളുടെ ഇടയിൽ വെളിപ്പെടുത്തും. ആമേൻ. അത് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയും. പത്രോസ് നീ ആകുന്നു എങ്കിൽ എനിക്ക് ഈ വെള്ളത്തിന്മീതെ നടക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം. അപ്പോൾ ഏതൊരു പ്രതിബന്ധത്തിൻ്റെ മധ്യത്തിൽ, അത് സ്പിരിച്വലി ഉള്ളതാകട്ടെ, നമ്മുടെ ദേഹിയിലെ വിഷയങ്ങളാകട്ടെ, നമ്മുടെ ശരീരത്തിലെ ലോകത്തിൽ നിന്നുള്ള വിഷയങ്ങളാകട്ടെ, എന്തോ ഒരു വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും ഈ വിഷയങ്ങളൊക്കെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ നമുക്കത് എളുപ്പമായിരിക്കും. പക്ഷേ അതിന് മുകളിലൂടെ എനിക്കൊന്ന് യാത്ര ചെയ്യണമെന്ന് ദൈവത്തോട് അങ്ങോട്ട് ആവശ്യപ്പെടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കൃപ നമുക്ക് കർത്താവിൽ നിന്ന് വേണം. ശരിയായ ഫെയ്ത്ത്, വിശ്വാസം നമുക്ക് വേണം. ഹല്ലേലൂയ. കൃപാവരങ്ങൾ നമ്മളിലേക്ക് കർത്താവ് എന്ത് ചെയ്യണം, പകർന്നു തരണം. കർത്താവിൻ്റെ ബലം, കർത്താവിൻ്റെ അമിതമായ ബലം ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകിയാൽ മാത്രമേ ഈ വിഷയത്തിൻ്റെ മുകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും പല വിഷയങ്ങളിൽ നമ്മൾ മുങ്ങിപ്പോകുന്നവരാണ്. കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ നമ്മൾ മുങ്ങിപ്പോയി അതിൻ്റേതായിട്ടുള്ള തിക്താനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നു, നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ ബാധിക്കുന്നു, നമ്മളുടെ സംസാരങ്ങളിലും ഇടപെടലുകളിലും ഒക്കെ ബാധിക്കുന്നു. മുങ്ങിപ്പോവുകയാണ്. പത്രോസ് ആ കടലിൻ്റെ എല്ലാ ആഴങ്ങളും അറിയുന്നതാണ് ഈ മീൻപിടുത്തക്കാരൊക്കെ. പക്ഷെ അവർക്ക് ഇതിൻ്റെ മുകളിൽ നടക്കുന്ന ഒരു എക്സ്പീരിയൻസ്, ഹല്ലേലൂയ, അവർക്ക് ആവശ്യം. ഹല്ലേലൂയ. ആ പടകിൽ ഇത്രയും ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിലും ഒരാളിനാണ് ആ ധൈര്യം ഉണ്ടായത്. വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണമെന്നുള്ളത്. കർത്താവിൽ നിന്ന് ഇങ്ങോട്ട് ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് പോലെയല്ല, കർത്താവിൻ്റെ അടുക്കെ അങ്ങോട്ട് പോകുന്നു.
നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ വിഷയത്തിനുള്ള പരിഹാരത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കണമെന്നുള്ള വാഞ്ച നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതൊന്നും തെറ്റല്ല. പക്ഷേ കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വ്യത്യാസമാണ്. കർത്താവ് എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതും കർത്താവിൻ്റെ അടുക്കലേക്ക് അങ്ങോട്ട് പോയി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ പട്ടണത്തിൽ വെളിപ്പെടുത്തേണ്ടുന്നതിനായി, ദൈവരാജ്യം സ്ഥാപിക്കേണ്ടുന്നതിനായി, ദൈവസഭയുടെ കൂട്ടുവേലക്കാരായി മാറേണ്ടുന്നതിന്, കർത്താവിൻ്റെ മഹിമയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പോകേണ്ടത്. പലപ്പോഴും ഇങ്ങോട്ട് വരണമെന്നുള്ള ആവശ്യങ്ങളാണ് പലപ്പോഴും പ്രാർത്ഥനകളിലുള്ളത്. പക്ഷേ ഇവിടെ പത്രോസ് എന്ത് ചെയ്യുന്നു, നിൻ്റെ അടുക്കെ ഉണ്ടോ, കർത്താവിൻ്റെ അടുക്കെ അങ്ങോട്ട്. അപ്പോൾ ആ ഒരു വാഞ്ച ഉള്ളൊരു ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നു, യേശുവിൻ്റെ അടുക്കൽ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും മുങ്ങിപ്പോകത്തില്ല എന്നുള്ള ഉറപ്പ് പത്രോസിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ ആകുന്നുവെങ്കിൽ അത് കഴിയും, അത് സാധ്യമാണ് എന്ന് തനിക്ക് പറയാനായിട്ട് കഴിഞ്ഞത്. രണ്ടാമത്, ഈ പടകിൽ പലരും ഉണ്ടായിരുന്നു. അവർക്കാർക്കും തന്നെ യേശുവിൻ്റെ അടുക്കൽ അങ്ങോട്ട് പോകണമെന്നുള്ള വാഞ്ച എന്ത് ചെയ്തില്ല, ഉണ്ടായില്ല. എത്രയും വേഗത്തിൽ ഈ തിരമാലകളെയൊക്കെ ഒന്ന് ശാന്തമാക്കി, ഈ പടകിനെ ശാന്തമാക്കി ഒന്ന് സ്വസ്ഥമായി സുഖമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, യാത്ര ചെയ്യാം എന്നുള്ള ചിന്തയാണ് ബാക്കിയുള്ള ശിഷ്യന്മാരുടെ എല്ലാം ഉള്ളത്തിലുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും പത്രോസ് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നിൻ്റെ അടുക്കെ അങ്ങോട്ട് ഈ കൊടുങ്കാറ്റിനെ, കാറ്റിനെയും കോളിനെയൊക്കെ തരണം ചെയ്ത് അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യട്ടെ, വരട്ടെ, ധൈര്യത്തോടെ അതിനെതിരെ, അല്ലേ, ഈ പ്രതികൂലത്തിൻ്റെ എതിരെ പ്രതികൂലങ്ങളെ മാറ്റിത്തരണമെന്നുള്ള പ്രാർത്ഥനയും നിലവിളിയും ഒരുപക്ഷെ അതിനുള്ള ആ ഒരു പ്രാർത്ഥിക്കാനുള്ള ശക്തിയേക്കാൾ അമിതമായ ശക്തി വേണം ഈ കടന്നു പോകുന്ന പ്രതിബന്ധങ്ങൾക്ക് മുകളിലൂടെ യാത്ര ചെയ്യാനുള്ള ശക്തി. തീർച്ചയായിട്ടും കർത്താവിന് അത് നൽകാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഈ പത്രോസിന് ഉണ്ടായിരുന്ന ഈ ആഗ്രഹത്തെ കണ്ടിട്ട് കർത്താവ് എന്താണ് അവിടെ പറഞ്ഞത്, വളരെ ഇൻപമേറിയതും അല്ലെങ്കിൽ ശാന്തമായ രീതിയിൽ കർത്താവ് ഒറ്റ പദമാണ് അവിടെ പ്രയോഗിക്കുന്നത്. അത് വളരെ മാധുര്യമുള്ളൊരു പദം, വരിക. പലപ്പോഴും കർത്താവിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ശുശ്രൂഷക്കാരൊക്കെ ഒരാളിനെ ദൈവീകമായ കാര്യത്തിലേക്ക് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അഭിഷേകത്തിലും ശക്തമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടത്തിയാലും ആൾക്കാരെന്ത് ചെയ്യത്തില്ല, കർത്താവിന് വേണ്ടിയിട്ട് ഇറങ്ങത്തില്ല. ഇവിടെ കർത്താവ് സിമ്പിളായിട്ട് ഒരു 3 അക്ഷരം വരിക എന്നുള്ള ആ പദം പത്രോസിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ആ ശക്തിയെ കൊണ്ടുവന്ന് എത്തിച്ചു. നമ്മയും കർത്താവിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ ശരിയാവണ്ണം അത് നമ്മുടെ ഉള്ളത്തിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ എന്ത് പ്രതികൂലങ്ങളുണ്ടെങ്കിലും കർത്താവിന് വേണ്ടി നമുക്ക് ഇറങ്ങാൻ കഴിയും. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ചില ദൗത്യങ്ങൾ ചെയ്യുവാൻ ഒരു എക്സ്ക്യൂസും നമ്മൾ എന്ത് ചെയ്യത്തില്ല, വയ്ക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിഞ്ഞവരാണെങ്കിൽ, കർത്താവിൻ്റെ ആർദ്രത നമ്മൾ അറിഞ്ഞവരാണെങ്കിൽ, കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തിയെ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി നമുക്ക് ഈ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും മുകളിലൂടെ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. യേശു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പ്രതികൂലങ്ങൾ നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നതാണ്. പലപ്പോഴും കർത്താവിൻ്റെ അടുക്കലേക്ക് ആൾക്കാർ എത്തിച്ചേരാൻ ഇതുപോലുള്ള എക്സ്ക്യൂസസുകൾ പറയും. വലിയ തിരമാലകളാണ്, വലിയ പോരാട്ടങ്ങളാണ്, ഒരു സ്വസ്ഥതയുമില്ല, പക്ഷെ പടക് മൊത്തവും അലഞ്ഞൊലയുകയാണ്, ഇതിപ്പം മറിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം ഞാൻ കർത്താവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചില കാര്യങ്ങൾ ചെയ്യും. പ്രിയമുള്ളവർ, അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ നമുക്കെതിരെയുള്ള രീതിയിൽ നിന്നാലും കർത്താവ് ിലേക്ക് നോക്കി നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മെ മുങ്ങിപ്പോകാതെ വണ്ണം നമ്മെ നടത്തുന്ന കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് സുഖകരമായ ഒരു പടകിൽ യാത്ര ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ല കടപ്പുറത്ത് നമ്മൾ വിശ്രമിക്കുന്ന ഒരനുഭവമല്ല. പ്രതികൂലങ്ങളുണ്ട്. നമ്മൾ ശിഷ്യന്മാരെ നോക്കുമ്പോൾ, അപ്പോസ്തലന്മാരെ നോക്കുമ്പോൾ, കർത്താവിൻ്റെ സഭ പണിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസന്മാരെയൊക്കെ നോക്കുമ്പോൾ നിരവധി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എന്ത് ചെയ്യും, ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ കർത്താവ് പറയണം, അതിലേക്ക് ഇറങ്ങുക, അതിൻ്റെ മകളിലൂടെ നീ എന്ത് ചെയ്യുക, നടക്കുക. പത്രോസ് ചാടി വെള്ളത്തിലേക്കല്ല, വെള്ളത്തിന് മീതെ ഇറങ്ങുകയാണ്. അല്ലല്ലേ, കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാൻ. ഹല്ലേലൂയ.
പ്രിയമുള്ളവർ, അല്ലെങ്കിൽ പത്രോസ് വേണമെങ്കിൽ ഇങ്ങനെ ആവശ്യപ്പെടാം, കർത്താവ് നീ ഒന്ന് നേരത്തെ വന്ന് കരത്തി പിടിച്ചൊന്ന് ഇറക്കിയാൽ വളരെ സന്തോഷം. കർത്താവും പടകും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിൽ ഇരിക്കുമ്പം തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, താഴ്ന്നു പോകും. ഹല്ലേലൂയ. കർത്താവ് കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറങ്ങാം. പക്ഷേ ഇത്രയും ഡിസ്റ്റൻസ് നിൽക്കുന്ന സമയത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പത്രോസിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത വിശ്വാസത്തിൻ്റെ അളവാണ്. കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ ആ പ്രതിബന്ധങ്ങൾക്ക് മകളിൽ നടക്കുവാൻ നമുക്ക് ആ വിശ്വാസത്തിൻ്റെ അളവ് നമ്മളിൽ വന്നിട്ടെ പകർന്നു തരട്ടെ. പലപ്പോഴും ഇന്നും നമ്മൾ ഓരോരുത്തരും പല വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷേ ആ വിഷയങ്ങൾക്കകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? മുങ്ങിപ്പോകുന്നല്ലോ, താണുപോകുന്നല്ലോ, എൻ്റെ കാലുകൾ താഴത്തിലേക്ക് പോകുന്നല്ലോ. നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിൽ നമ്മുടെ കണ്ണ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ അടുക്കൽ പോകാൻ മറ്റു മാർഗങ്ങളില്ല, എളുപ്പ വഴികളില്ല. കർത്താവ് നമ്മളെ പടകിലേക്ക് ഇങ്ങോട്ട് വരാൻ സാധ്യമാണ്. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് യേശുവിന് വേണ്ടി ചില ചുവടുകൾ വയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രതികൂലങ്ങളുണ്ടാകും. ആ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് കർത്താവ് നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്തോറും നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ വെള്ളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുള്ള പരീക്ഷകൾ ഉണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ പരീക്ഷകളാണ്, പരിശോധനകളാണ്. വിശ്വാസത്തിൻ്റെ പരിശോധനകൾ നിരവധിയാണ്. ഗ്ലോറി ടു ഗോഡ്. പ്രലോഭനങ്ങളുണ്ടാവും. ലോകത്തിൽ നിന്നുള്ള പ്രലോഭനങ്ങൾ, ജഡീകമായ പാപപ്രലോഭനങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അതിജീവിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് ജയകരമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് മുൻപിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് സുഗമമായ കാര്യമല്ല. ഇതിൽ വേറെ മറ്റു മാർഗങ്ങളില്ല. ഈ പാപങ്ങൾ, ലോകത്തിൽ നിന്നുള്ള വശീകരണങ്ങൾ, പൈശാചിക ശക്തികളിൽ നിന്നുള്ള പ്രലോഭനങ്ങൾ എന്നിവയെ നമ്മൾ അതിജീവിച്ചേ പറ്റൂ. ലോകം നമുക്കെതിരാണ്, പാപം നമുക്ക് എതിരാണ്. ദൈവത്തോടെടുക്കാൻ ജഡം, നമ്മളായിരിക്കുന്ന ജഡം തന്നെ എന്താണ്? നമുക്കെതിരാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് പലപ്പോഴും ജഡത്തിൽ തന്നെ എന്ത് ചെയ്യും? മുങ്ങിപ്പോകുന്ന അനുഭവങ്ങളുണ്ടാകാം. ഹല്ലേലൂയ. ലോകത്തിൽ മുങ്ങിപ്പോകുന്ന അനുഭവങ്ങളുണ്ടാകാം. പാപപ്രലോഭനങ്ങൾ മുങ്ങിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ കർത്താവ് ഇതിൻ്റെ എല്ലാം മകളിൽ ജയമെടുത്തു. പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പത്രോസ് അവിടെ എഴുതിയിരിക്കുന്നത്, പത്രോസ് വെള്ളത്തിൽ ഇറങ്ങി നടന്നതല്ല, വെള്ളത്തിന്മീതെ നടന്നതാണ്. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി തീർച്ചയായിട്ടും വെള്ളത്തിൽ ഇറങ്ങിയാൽ ആരായിരുന്നാലും എന്ത് ചെയ്യും? വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഹല്ലേലൂയ. ദൈവത്തിലുള്ള ശരിയായ വിശ്വാസം ഓപ്പോസിറ്റ് ഗ്രാവിറ്റിയിലിട്ടൊരു വ്യക്തിയെ കൊണ്ടുവരാൻ കഴിയുമെന്ന് പത്രോസ് ഈ കാണിച്ചു തരാണ് നമുക്ക്. ഹല്ലേലൂയ. യേശു കാണിച്ചു തീർച്ചയായിട്ടും. പക്ഷേ ശിഷ്യനായ പത്രോസ് ഇത് കാണിക്കുമ്പോൾ ഈ ലോകം നമ്മെ താഴേക്ക് വലിച്ചാലും യേശുവിലെ വിശ്വാസത്താൽ നമുക്ക് ആ ഓപ്പോസിറ്റ് ഗ്രാവിറ്റിയുടെ പവർ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഹല്ലേലൂയ. യേശു ലോകത്തെ ജയിച്ചു, പാപത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. വെള്ളത്തിന്മീതെ എന്ത് ചെയ്തു? കർത്താവ് നടക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. 19-ാം സങ്കീർത്തനത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എന്നാൽ സ്വന്തം തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. എന്നിട്ട് പറയണം, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. എന്നിൽ തന്നെ ഞാൻ പോലും അറിയാതെ മറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ മറച്ചു പിടിക്കുന്നതോ ഒക്കെ ഉള്ള തെറ്റുകൾ എന്ത് ചെയ്യും? ഉണ്ടാകാം. എന്നിട്ട് അവിടെ പറഞ്ഞ സ്വമേധാ ഉള്ള പാപങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. അടിയനെ അതിൽ നിന്നെല്ലാം എന്ത് ചെയ്യണമേ? നീക്കിക്കളഞ്ഞ് അവ എൻ്റെ മേൽ എന്ത് ചെയ്യരുതേ? വാഴരുതേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ, നമ്മൾ താണു പോകാതിരിക്കണമെങ്കിൽ ഇവിടെ പറയുന്നു എന്താണ്? അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ അതിൻ്റെ അടിയിലോട്ട് എന്ത് ചെയ്യും? പൊക്കി കഴിഞ്ഞാൽ അവ എൻ്റെ മേൽ വാഴും, ഞാൻ അകത്തേക്ക് വീഴും. ഹല്ലേലൂയ. അപ്പോൾ പാപങ്ങളും അകൃത്യങ്ങളും തെറ്റുകളുമൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നമുക്കിതിൻ്റെ മുകളിൽ ഒരു ജയ ജീവിതം നമുക്ക് കഴിയുമെന്നുള്ളത് ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ പാപത്തിൽ താണു പോകാതെ, പ്രലോഭനങ്ങളിൽ താണു പോകാതെ, വശീകരണങ്ങളിൽ താണു പോകാതെ നമ്മൾ ഇരിക്കണമെങ്കിൽ, നമ്മൾ നടക്കണമെങ്കിൽ കർത്താവിൽ നമ്മുടെ കണ്ണ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. വിശ്വാസം നമുക്കുണ്ടാകണം. വിളിച്ച ദൈവത്തിലെ ആ ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആ കർത്താവിൻ്റെ അടുക്കൽ എനിക്ക് എത്തിച്ചേരണം എന്നുള്ള ആ ഹൃദയ വാഞ്ച നമുക്കുണ്ടായിരിക്കണം.
പൂർണ്ണമായ വിശ്വാസം. നീ ആകുന്നു എങ്കിൽ എനിക്ക് വരാൻ കഴിയും. ഹല്ലേലൂയ. നിന്നെക്കൊണ്ടത് സാധ്യമാണ്. ഹല്ലേലൂയ. എന്നാൽ പത്രോസിൻ്റെ അനുഭവത്തിൽ നമ്മൾ നോക്കുമ്പോൾ തൻ്റെ കണ്ണ് കർത്താവിൽ നിന്നൊരല്പം വ്യതിയാനം സംഭവിച്ചു. വ്യതിയാനം സംഭവിച്ചപ്പോൾ അന്നേരമാണ് കർത്താവ് പത്രോസിൻ്റെ കൈ പിടിക്കുന്നത്. പടകിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തിൽ കർത്താവ് പിടിച്ചിറക്കിയില്ല. അത് വിശ്വാസത്തോടെ ഇറങ്ങി. പക്ഷേ അവിടെ ഒരു ചെറിയ അവിശ്വാസം തൻ്റെ ഉള്ളത്തിലേക്ക് തനിക്ക് സംഭവിക്കുമ്പോൾ കർത്താവ് അവിടെ കൈവിടുകയല്ല. ഹല്ലേലൂയ. ആ മുങ്ങിപ്പോകുന്ന അനുഭവത്തിൻ്റെ മധ്യത്തിൽ ഗ്ലോറി ടു ഗോഡ് കർത്താവ് കരം കൊടുത്ത് കർത്താവ് വലിച്ചെടുക്കുന്ന അനുഭവം. പാപത്തിൽ ആണ്ടുപോകാതെ, ലോകത്തിൻ്റെ വശീകരണങ്ങളിൽ ആണ്ടുപോകാതെ, പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ ആണ്ടുപോകാതെ കർത്താവ് നമ്മെ വലിച്ചെടുക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഈ മർത്യ ശരീരത്തിനകത്ത് മുങ്ങിപ്പോകാനല്ല ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഈ മർത്യ ശരീരത്തിൽ നമുക്ക് ജയമെടുത്ത് അതിൻ്റെ മുകളിൽ നടക്കാനാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ അകത്തെ മനുഷ്യൻ, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിച്ച് പുറത്ത് നടക്കുവാൻ. ഹല്ലേലൂയ. പലപ്പോഴും രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി അവരുടെ വീണുപോയ ജഡത്തിൽ സഞ്ചരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അതിൻ്റെ മുകളിൽ നടക്കുവാൻ കഴിയും. ജഡത്തെ ജയിച്ച് ജീവിപ്പാൻ കഴിയും. 8-ാമത്തെ വാക്യം വരുമ്പോൾ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ മരണത്തെ അതിജീവിച്ച് മുകളിൽ നടക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. കർത്താവ് പുനരുത്ഥാനത്തിൻ്റെ ദൈവമാണ്. ഗ്ലോറി ടു ഗോഡ്. ആ ഉയർപ്പിൻ്റെ ശക്തിയാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും അവൻ വിടിവിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെപ്പോലെ ജഡരക്തത്തിൽ വന്നു. ഹല്ലേലൂയ. ഈ താഴ്ചയുള്ള ശരീരത്തിൽ, ഈ വീഴ്ചയുള്ള ശരീരത്തിൽ, ഈ പാപപങ്കുലമായ ശരീരത്തിൽ കർത്താവും ഇറങ്ങി വന്നു നമ്മെ വിടിവിപ്പാൻ, നമ്മെ ജയോത്സവമായി ഇതിൻ്റെ മുകളിൽ അതിജീവിച്ച് ജയിപ്പാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. വരിക എന്ന് വിളിക്കുമ്പോൾ ഗ്ലോറി ടു ഗോഡ് പത്രോസ് പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചേരാനുള്ള വാഞ്ചയോടെ താൻ ഇറങ്ങി. ഹല്ലേലൂയ. നമ്മൾ ജഡരക്തത്തിൽ ഉള്ളവരാണ്, എന്നാലോ കർത്താവ് നമ്മെപ്പോലെ ജഡരക്തത്തിൽ വന്നിട്ട് കർത്താവ് ലോകത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ചിട്ട് നമ്മെ വിളിക്കുകയാണ്, വരിക. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, പാപത്തെ ജയിച്ചിരിക്കുന്നു, പിശാചിനെ ജയിച്ചിരിക്കുന്നു. നിനക്കും ഹല്ലേലൂയ എന്നെ നോക്കിക്കൊണ്ട് അതിജീവിച്ച് എൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ആ പ്രതികൂലങ്ങൾ മാറിയെന്ന് നമ്മളവിടെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോഴും തിരമാലകളുണ്ട്, അപ്പോഴും കാറ്റ് ചെയ്യുന്നുണ്ട്, ആഞ്ഞടിക്കുന്നുണ്ട്. എന്നാൽ കർത്താവും പത്രോസും പടകിലേക്ക് വന്ന് കയറിയത് ശേഷമാണ് ശാന്തമായത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതുവരെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചേർക്കപ്പെടുന്നത് വരെയും നമുക്ക് പ്രതിബന്ധങ്ങൾ, പോരാട്ടങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അപ്പോൾ ആത്മമണ്ഡലത്തിലെ പോരാട്ടങ്ങളെ നമുക്ക് ജയിക്കാൻ കഴിയും. ദേഹീതലത്തിലെ പോരാട്ടങ്ങളെ നമുക്ക് ജയിക്കാൻ കഴിയും. ശരീരത്തിലുണ്ടാകുന്ന വിഷയങ്ങളെയും നമുക്ക് ജയിക്കാൻ കഴിയും. ശരീരത്തിലുണ്ടാകുന്ന വിഷയങ്ങളെന്ന് പറയുമ്പോൾ 5 ഇന്ദ്രിയങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അധാർമികതമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ജയമെടുക്കുവാൻ കഴിയും. കർത്താവ് സകലത്തിൻ്റെയും മുകളിൽ ജയമെടുത്തു നടന്നവൻ. നമ്മുടെ കണ്ണ് കർത്താവിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നിമിത്തം എന്തെല്ലാം കോളിളക്കങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം പോരാട്ടങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അളവിലാണ് ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും കഷ്ടങ്ങളും വൈഷമ്യങ്ങളും ഒക്കെ വരുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിലും ആ തിരമാലകൾക്ക് മുകളിൽ നമുക്ക് കർത്താവിനെ അനുഗമിക്കാൻ കഴിയുമെന്ന് പത്രോസ് തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി തരുമ്പോൾ
നമുക്കപ്പുറത്ത് നിൽക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. നമുക്ക് അവങ്കിലേക്ക് നോക്കാം. കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് പകരട്ടെ. ആ ദിവ്യമായ കരുണ നമ്മിലേക്ക് പകരട്ടെ. ആ അത്യന്തമായ ശക്തി നമ്മിലേക്ക് പകരട്ടെ. ആ കൃപ നമ്മിലേക്ക് പകരട്ടെ. ഹല്ലേലൂയ. എന്തു പ്രതിബന്ധങ്ങൾക്കും മുകളിൽ നടക്കുവാനുള്ള ഉയരത്തിലെ ശക്തി, ആ അത്യന്ത ശക്തി കർത്താവ് ഈ മൺകൂടാരത്തിലേക്ക് ഇനിയും ധാരാളമായിട്ട് പകരട്ടെ. അതുകൊണ്ട് ഏതൊരു പ്രതിബന്ധങ്ങൾ വന്നാലും, കഷ്ടങ്ങൾ വന്നാലും, പോരാട്ടങ്ങൾ വന്നാലും കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് കണ്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാനുള്ള ആ ഉയരത്തിലെ ശക്തിക്കായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് അതിനുവേണ്ടി കാത്തിരിക്കാം. തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെ കാലുകൾ താഴ്ന്നു പോയിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിലും കർത്താവ് നമ്മെ കരം പിടിച്ചതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇരിക്കാൻ കഴിയുന്നത്. കർത്താവ് നമ്മെ കൈവിടാത്ത ദൈവമെന്നുള്ളതിന് തെളിവാണ് ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ നമുക്കിരിക്കാൻ കഴിയുന്നത്. കർത്താവ് നമ്മെ ഇനിയും നടത്തുവാൻ അവൻ ശക്തനാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.